ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്കൊന്ന് അത്യാവശ്യം ട്രേഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് ഒരു 100 പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ട്രേഡ് കൂടിയിട്ടാണ് 100 പോയിൻ്റ്. അത് കണ്ടിന്യൂ ട്രേഡായിരുന്നു. അങ്ങനത്തെ ഒരു 100 പോയിൻ്റ് ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് നിഫ്റ്റി ചാർട്ടാണ്. നിങ്ങൾ നിഫ്റ്റി ചാർട്ട് നോക്കുക. ഒരു മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് നിഫ്റ്റി. ഇത് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. കറക്റ്റ് നമ്മുടെ റെസിസ്റ്റൻസിൽ തട്ടിയിട്ടാണ് നിൽക്കുന്നത്. ബേസിക്കലി ഇന്നൊരു സപ്പോർട്ടിൻ്റെ അടിയിൽ നിന്ന് തുടങ്ങി പിന്നെ റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് കയറി സസ്റ്റെയിൻ ചെയ്ത് അത്യാവശ്യം കുറേ നേരം നിന്നിട്ടാണ് പിന്നെയും ഈ റെസിസ്റ്റൻസിലേക്ക് വേറൊരു റെസിസ്റ്റൻസിലേക്ക് നിഫ്റ്റി എത്തിയേക്കണത്. ഇപ്പോൾ ബേസിക്കലി ഇവിടെ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് 22,625 അപ്പോൾ അതുവരെയൊക്കെ ഈസിയായിട്ട് നിഫ്റ്റി മൂവ് ചെയ്യണ കാണാൻ പറ്റും. പക്ഷേ ബാങ്ക് അങ്ങനല്ല. ബാങ്ക് നിങ്ങൾ നോക്കുക, ബാങ്ക് പ്രശ്നമാണ്. ബാങ്ക് ട്രേഡിങ് പ്രശ്നമാണ്. അതൊരു സപ്പോർട്ടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കണത്. നിഫ്റ്റി റെസിസ്റ്റൻസിലേക്ക് കയറിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബാങ്ക് സപ്പോർട്ട് ചെയ്യണില്ലേ. അപ്പോൾ ഒരു പ്രശ്നമുണ്ട് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കേട്ടോ. ചിലപ്പോൾ ലിക്വിഡിറ്റിയുടെ ഇഷ്യൂ ആയിരിക്കാം, പക്ഷെ എന്ന് വെച്ചാൽ അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ബാങ്ക് സപ്പോർട്ടിൽ നിഫ്റ്റി റെസിസ്റ്റൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കോറിലേഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് അവസാനിപ്പിച്ചേക്കണത് അവർ ഇന്ന്. നാളൊക്കെ ഇനി ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കോറിലേഷനൊക്കെ ആകുമ്പോൾ ട്രേഡിങ് ചെയ്യുക, മനസ്സിലായില്ലേ. ചാടിക്കയറ്റും ട്രേഡ് ചെയ്യേണ്ട, അതൊക്കെ കോറിലേഷനാവും. ആ ടൈമിൽ നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടും കേട്ടോ. ഇത് നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ ആണ് കേട്ടോ. അതായത് നിങ്ങൾ നോക്കുക, ഇന്ന് 11-ാം തീയതിയാണ് ഡേറ്റ്. അപ്പോൾ ഈ ഒരു സംഭവം ഈ ഒരു ലെവലിൽ നിന്ന് എങ്ങനെ ട്രേഡ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കറക്റ്റ് 11-ാം തീയതി തുടങ്ങുമ്പോൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ദിസ് എൻട്രി ഈസ് ആക്റ്റീവ്, ലിമിറ്റ് ബൈ ചെയ്യാം, 57-84 PE മേടിക്കാമെന്ന് പറഞ്ഞത്. 11-ാം തീയതി ഇന്ന് മോർണിംഗ് സെക്ഷനിൽ തന്നെ വരുമ്പോൾ മേടിക്കാം. അങ്ങനെ മേടിച്ചവർക്ക് അത്യാവശ്യം 27 പോയിൻ്റ് മൂവ്മെൻറ്റ് അടിയിലേക്ക് കിട്ടിയിട്ടുണ്ട്, 20 പോയിൻ്റ് മൂവ്മെൻറ്റ് അടിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് മോളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞു, ഈ ഒരു എൻട്രി കഴിഞ്ഞു, നമുക്കൊരു പ്രോഫിറ്റ് കിട്ടി, അഥവാ കോസ്റ്റ് കിട്ടി, അങ്ങനെ വിചാരിക്കാൻ വേണമെങ്കിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോളിലേക്ക് കയറുന്ന സമയത്ത് ഈ എൻട്രിയാണ്. ഈ എൻട്രി എടുക്കുമ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് സി സൈഡാണ്. പക്ഷേ 5 മിനിറ്റാണ് ടൈം ഫ്രെയിം ക്രൂഡ് ഓയിലൊക്കെ നോക്കണത്. പക്ഷേ സസ്റ്റെയിൻ ചെയ്യണം ക്യാൻഡിൽ ഒരു 15 മിനിറ്റെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ട്രേഡ് എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്താ വേണ്ടത്, മോളിലേക്ക് കയറുന്ന സമയത്ത് ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ആയിട്ട് കയറണം, അത്രേ ഉള്ളൂ കേസ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. ഇവിടെ നമ്മൾ നോക്കുക, ബയേഴ്സ് ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി, നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി. ട്രേഡ് ആക്ടിവേറ്റ് ആകുമ്പോൾ പിന്നെ മുകളിൽ പറഞ്ഞ കണ്ടീഷനാണ് നോക്കേണ്ടത്. ഈ കണ്ടീഷൻ നോക്കണം, അതായത് 15 മിനിറ്റിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം ക്യാൻഡിൽസിന്. അപ്പോൾ പിന്നത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ അടിയിൽ ലോസ് ചെയ്തു, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നത്തെ ഒരു ബയേഴ്സ് വന്നു, പിന്നെയും സെല്ലേഴ്സ് കൊണ്ട് അടിയിലിട്ടു, പിന്നെയും ബയേഴ്സ് കയറി, പിന്നെ സെല്ലേഴ്സ്. അപ്പോൾ അവിടെ സസ്റ്റെയിനിങ് ഇല്ല. അത് നമ്മൾ വെയിറ്റ് ചെയ്യുക, മനസ്സിലായില്ലേ. പിന്നെ അത് പിന്നെയും മുകളിലേക്ക് കയറി, പിന്നെയും സെല്ലേഴ്സ് അടിയിൽ കിട്ടും, പിന്നെയും മുകളിലേക്ക് കയറി, പിന്നെ ഒരു റിജക്ഷൻ കിട്ടി, മനസ്സിലായില്ലേ. ഇതാണ് സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള റിജക്ഷൻ. ഈ റിജക്ഷനിൽ കറക്റ്റ് 11:10 ക്യാൻഡിൽ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ലിമിറ്റിലെടുക്കാം, അല്ലെങ്കിൽ ഇതിന് മുകളിൽ നിർത്താനും കുഴപ്പമൊന്നുമില്ല. ലിമിറ്റിലെടുക്കുന്നതാണ് സേഫ്. ഇതിൽ മുകളിൽ നിർത്താനും പ്രശ്നമില്ല കേട്ടോ. അതാണ് നിങ്ങൾ ഈ കാണുന്ന എൻട്രി. ഈ എൻട്രി ഈസി ആയിട്ട് പോയിട്ടുള്ള മൂവ്മെൻറ്റാണ്. അതായത് 57-84 58-30 ഒരു 50-60 പോയിൻ്റ് അടുത്ത് ഇപ്പോൾ മൂവ്മെൻ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് 58-39 മുകളിലാണ് എൻട്രി വരുന്നത്. 58-39 മുകളിൽ എങ്ങനെ എൻട്രി എടുക്കേണ്ടത്? ഡയറക്റ്റ് എൻട്രിയാണ്. ഇത് നോർമൽ എൻട്രിയാണ്, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നോർമൽ എൻട്രിയാണ്. എൻട്രി സെല്ലേഴ്സ് സ്കാനിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബൈ ചെയ്യാമെന്നാണ്. ബയേഴ്സ് ലോസ് ചെയ്യുന്നു, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം, അപ്പോൾ തന്നെ ബൈ ചെയ്യുക. അതിനുള്ള ഒരു സെറ്റപ്പിക്കാണ് ക്രൂഡ് ഓയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണൊരു ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിഫ്റ്റിയുടെ സ്പോട്ടിൻ്റെ കാര്യം സംസാരിച്ചു, ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം സംസാരിച്ചു. നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും അതിൻ്റേതായ റെസിസ്റ്റൻസുകളുണ്ട്. നമ്മൾ 1 മിനിറ്റ് റെസിസ്റ്റൻസ് അല്ല ശരിക്കും എടുക്കേണ്ട കേട്ടോ. 1 മിനിറ്റിൻ്റെ മുകളിൽ വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കാനില്ല. നിങ്ങൾ റെസിസ്റ്റൻസൊക്കെ നോക്കണം, നേരത്തെ ഒരു 15 മിനിറ്റിൻ്റെ മുകളിലൊക്കെ റെസിസ്റ്റൻസ് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. 1 മിനിറ്റിൽ എനിക്കൊരു സൈഡിലേക്ക് പെട്ടെന്ന് എൻട്രി എടുക്കണം എന്നുള്ള സെറ്റപ്പിലാണ് അതൊക്കെ പറയണത്, മനസ്സിലായില്ലേ. വേറെ ഒന്നുമല്ല. ബേസിക്കലി 1 മിനിറ്റ് നോക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് കാണിക്കുന്നുണ്ട് നിഫ്റ്റി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ബാങ്ക് അത് കാണിക്കണില്ല. ബാങ്ക് സപ്പോർട്ടിൽ തന്നെയാണ്. പിന്നെ നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ കാര്യം പറഞ്ഞു. ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാവിലെ ഒരു 8:30 കൊടുത്ത വ്യൂ ആണ് കേട്ടോ അതൊക്കെ. അത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണതിന് മുമ്പ്. പിന്നെ നമുക്ക് BTC ഉണ്ട്, ETH ഉണ്ട്. അതിന് ഞാൻ പറയണില്ല. നമുക്ക് സെപ്പറേറ്റ് ഒക്കെ ഫോറക്സിനെ അറിയണമെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ റിപ്ലൈ തരാം കേട്ടോ, ടെലിഗ്രാമിൽ ചോദിച്ചാൽ മതി. ഇന്ന് നമ്മൾ ഇന്നുണ്ടായിരുന്ന ട്രേഡിലേക്കാണ് പോണത്. നമുക്ക് ഇത്രയും സ്ട്രൈക്കുകളിലാണ് ട്രേഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമുക്കുണ്ടായിരുന്ന ഒരു ട്രേഡ്. 22,500 C ആണ്. ഇത് കണ്ടിന്യൂ ട്രേഡാണ്. ഇതാണ് 100 പോയിൻ്റ് കിട്ടിയ ട്രേഡ്.
അവിടെ നോക്കുക. കറക്റ്റായിട്ട് നമ്മൾ ഈ ലെവലിൻ്റെ അവിടെ നിന്ന് ബയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം. ഇതിന് 2 ലെവൽ കൊടുത്തിട്ടുണ്ട്, 49, 30, 57, 40. 49, 30 ആയാലും 57, 40 ആണെങ്കിലും റീടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. ഇത് 10 പോയിൻ്റ് വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. ഇനിയിപ്പോൾ 57, 40 ഇവിടെ ട്രേഡ് ആക്ടിവേറ്റ് ആയി, നിനക്ക് ഇത്തിരി അടിയിൽ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇല്ലെങ്കിൽ 49 ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പം എങ്ങനെ പോലെ ഒരു ട്രേഡ് കിട്ടാനൊരു പോയിൻ്റാണ് നമുക്ക് മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു എൻട്രി ആണിത്. അത് 22,500 C 50 പോയിൻ്റ് കിട്ടിയിട്ടുള്ള ഒരു എൻട്രിയാണ്. പിന്നെ നമുക്കുണ്ടായിരുന്ന 78 രൂപയാണ്. ഈ 78 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഹൈ ആണ് കേട്ടോ. അത് നമുക്ക് കാണാം. ഇത് 11-ാം തീയതി, ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് ക്യാൻഡലാണ് ഈ റെഡ് ക്യാൻഡിൽ. ഈ റെഡ് ക്യാൻഡലിൻ്റെ ഹൈയിലാണ് ഈ ട്രേഡ്. ഈ ട്രേഡ് നമുക്ക് ആക്റ്റീവ് ആവണമെങ്കിൽ എന്ത് വേണം? ബയേഴ്സ് ക്ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം. നിങ്ങളോട് നോക്കുക കറക്റ്റായിട്ട്. അപ്പോൾ അവിടെയാണ് ബയേഴ്സ് ക്ലോസ് ചെയ്തേക്കുന്നത്, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇവിടെ ഒരു ബയേഴ്സ് ക്ലോസിങ് വന്നിട്ടുണ്ട്, സെല്ലേഴ്സ് അടിയിൽ പോയിട്ട് റിജക്റ്റ് ചെയ്തു, ട്രേഡ് ഇല്ല. വെയിറ്റ് ചെയ്യുക, പിന്നെ ഒരു ബയേഴ്സ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്തു, ട്രേഡ് ആക്ടിവേറ്റ് ആയി. നിങ്ങൾ ലിമിറ്റ് വരുമ്പോൾ ട്രേഡ് എടുക്കുക. ലിമിറ്റിലോ ഇത്തിരി അടിയുന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കുക. അവിടെ ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, മനസ്സിലായാലും 10 പോയിൻ്റ് എസ്എല്ലോട് ഡേഹയുടെ മുകളിലാണ്. അതും ഈ സൈഡിലൊരു 50 പോയിൻ്റാണ് കിട്ടിയത്. അപ്പോൾ ഇതായിരുന്നു നമുക്ക് നിഫ്റ്റിക്ക് ഉണ്ടായിരുന്ന ട്രേഡ്. പിന്നെ ഇതാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായിരുന്ന ട്രേഡ്, 48,300 C. ഇത് 100 പോയിൻ്റ് തന്നെയാണ് ക്യാച്ച് ചെയ്തേക്കണത്. ഇതൊക്കെ ഈസി എൻട്രികളാണ്. പിന്നെ ഇതിനുണ്ട് ഈ ഡേ ഹൈ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ്. 164 അതിൻ്റെ ഡേ ഹൈ. അതിൻ്റെ മുകളിൽ കയറുമ്പോൾ ട്രേഡ് എടുക്കാം. ബേസിക്കലി അന്ന് കയറിയിട്ടില്ല, നമുക്ക് കാണാമല്ലോ, കയറിയിട്ടില്ല. അപ്പോൾ ഒരു ട്രേഡിങ് ഇല്ല. നിങ്ങൾ ഈ നിഫ്റ്റി ലെവൽസ് നോക്കുക. ഈ നിഫ്റ്റി ലെവൽസ് ഇത്രയും സൈഡ് വേസ് ആണ്. ഇതൊക്കെ ഈ സൈഡ് വേസ് മൂവ്മെൻറ്റാണ്. നമുക്ക് ഇവിടെ ഒന്നും ട്രേഡില്ല. ബേസിക്കലി ഞാൻ ലെവൽസ് കൊടുത്തിട്ടുണ്ട്, പിയിലും സിയിലും ഞാൻ ലെവൽസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആക്റ്റീവ് ആയിട്ടില്ല. പുതിയത് കയറുന്ന ആൾക്കാർ, അതായത് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാർ, പുതുതായിട്ട് കയറുന്ന ആൾക്കാർ, അതായത് ഞാൻ റൺ ചെയ്യുന്നതൊരു ഫ്രീ ടെലിഗ്രാം ചാനലാണ്, മനസ്സിലായാലേ. ആ ഫ്രീ ടെലിഗ്രാം ചാനൽ ഇഷ്ടംപോലെ ട്രേഡുകൾ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്റ്റഡിയും കൂടി വേണമെങ്കിൽ അവിടെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ ഇത്രയും ട്രേഡാണ് നമുക്കൊന്ന് കിട്ടിയേക്കണത്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് ട്രേഡിങ്ങൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ എപ്പോഴും നിർത്താൻ നോക്കുക. അപ്പോഴാണ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. മെയിനായിട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ഗെയിമാണ്. നിങ്ങൾ എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യണം അത്രത്തോളം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ. SL ഒക്കെ ഇട്ടിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.